ഉൾഭാഗം നല്ല സോഫ്റ്റും പുറമേ നല്ല മൊരിഞ്ഞിരിക്കുന്നതുമായ നാടൻ നെയ്യപ്പത്തിന്റെ റെസിപ്പിയുമായാണ് ഞാനിപ്പം വന്നിട്ടുള്ളത്. നെയ്യപ്പം എന്ന് പറയുമ്പോൾ നല്ല എളുപ്പത്തിലുള്ള റെസിപ്പിയാണ്, പക്ഷേ നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്താലും ചിലപ്പോൾ ഇത് ഫ്ലോപ്പായി പോകാറുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നാടൻ നെയ്യപ്പം തയ്യാറാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 1/2 കിലോക്ക് അടുത്ത് തന്നെയുണ്ട്. 400 ഗ്രാമാണ് എടുത്തത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മളിത് നന്നായി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ താഴെ പൊടിഞ്ഞു കിട്ടുന്ന ആ ഒരു പരുവത്തിലായിരിക്കണം. ഇതിപ്പോൾ ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്, അതുകൊണ്ട് തന്നെ ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നന്നായി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. ഞാനിപ്പോൾ ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി വെള്ളം വാർന്നതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 4 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവ് പറയാന്നുണ്ടെങ്കിൽ 300 ഗ്രാം ശർക്കര. സാധാരണ നമ്മൾ ഉണ്ണിയപ്പത്തിലാണ് പഴമൊക്കെ ചേർത്ത് തയ്യാറാക്കാറുള്ളത്. ഇതിൽ ഒറ്റ മാത്രം ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കുകയും ചെയ്യില്ല. മാത്രമല്ല നെയ്യപ്പത്തിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അധികം ചൂടോടെ അല്ലെങ്കിൽ കുറച്ചൊരു ചൂട് തന്നെ വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചുക്കുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അരയ്ക്കുന്നതിൻ്റെ കൂടെ ഒരല്പം ചുക്കുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ശർക്കരപ്പാനിയുടെ അളവ് ഈ ഒരു ലെവലിലാണ് കേട്ടോ നിൽക്കേണ്ടത്. അരി മുഴുവനായി മുങ്ങി നിൽക്കുന്നുമില്ല, ഈ ഒരു പാകത്തിൽ വേണം എടുക്കാൻ. ഇനി ഇത് അരച്ചെടുക്കാം. നെയ്യപ്പത്തിനുള്ള മാവ് ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഏകദേശം നമ്മുടെ ഇഡ്ഡലി ബാറ്ററിനെക്കാട്ട് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടാണുള്ളത്. പിന്നെ എന്തായാലും നമ്മൾ ഈ മാവ് ഒന്ന് കുറച്ച് സമയം ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഉരുക്കാതെ അതേപോലെ അങ്ങിട്ട് കൊടുത്തതാണ്, വെച്ച മാവാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം. ഇതിപ്പോൾ നേരത്തെ റെഡി ആക്കിയതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. മൂത്ത് വരുമ്പോൾ ഇതൊന്ന് തിരിച്ചു വിട്ട് കൊടുക്കാം. ഞാനിതിൽ ചെറിയ ഒരൊറ്റ പഴം ചേർത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ നെയ്യപ്പത്തിൽ തീരെ പഴം ചേർക്കാതെയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഈ ഒരു രീതി ചെയ്യുമ്പോൾ കുറച്ചൊന്നും കൂടെ ഒന്ന് ഉൾഭാഗം ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ്